ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയി എന്നല്ലേ പറഞ്ഞത്? ഇതിലാണോ മണവാട്ടി വരുന്നത്? എന്താ മോളെ ഇതില്? വേറെ വണ്ടിയിലൊക്കെ നിറച്ച ആളായിരുന്നു അച്ഛാ, അതാ. ഈ വെയിലും കൊണ്ട് ഇത്രയും ദൂരം അല്ലേ? അച്ഛൻ ഇനി അതും പറഞ്ഞ് വിഷമിച്ചു തന്നോ? ഈ പാടത്ത് ട്രാക്ടർ ഓടിക്കണം നമുക്കാണോ ഇതൊക്കെ ഒരു വെയിലായിട്ട് തോന്നുന്നത്? ശരി, എന്നാ അച്ഛനോട് ചെല്ലട്ടെ മോളെ. പ്രശാന്തേട്ടൻ ഇവിടെ എങ്ങനെ എത്തി? സൂര്യ സാർ വിളിച്ചോ? ഏയ്, കാശുള്ളവന്മാർക്ക് അങ്ങനത്തെ നന്ദിയൊന്നും ഇല്ലല്ലോ. ഇതെന്ത് വേഷ? ബൗൺസർ. ബൗൺസറോ? ആ യെസ്, ഞാനിപ്പോ ഒരു സെക്യൂരിറ്റി ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ വേഷമാണ്. ഇവിടുത്തെ മണവാളിനെ പരുന്തും കാക്കയും കൊത്തിക്കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി അയാളുടെ അമ്മ രഹസ്യമായി ഞങ്ങളെ ചുമതലപ്പെടുത്തിയതാ. അതിന് സൂര്യ സാറിനെ ആരാ കൊണ്ടുവന്നേ? നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ മണ്ഡപത്തിൽ നടക്കുന്നുണ്ട് നന്ദിനി. ഒരു CID ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ് എനിക്ക് ഇവിടെ ഉള്ളത്. എന്തായാലും അതിശയായി പോയി. അതിശയത്തിൽ 1ാം സ്ഥാനം എനിക്കാ. ഞാനാ ആദ്യം അതിശയിച്ചത്. അത് കഴിഞ്ഞ് അമ്മാവൻ, അത് കഴിഞ്ഞ് നീ. നിനക്ക് 3ാം സ്ഥാനമേ ഉള്ളൂ. എന്തായാലും സൂര്യ സാറിന്റെ കല്യാണം തീരുമാനിച്ചതോടെ എന്റെ നെഞ്ചിലെ കല്ലൊന്ന് ഇറങ്ങി. അതെന്താ? ഹേയ്, ഒന്നുമില്ല. വെറുതെ കയറിയിരുന്ന ഒരു കല്ല് വെറുതെ അങ്ങ് ഇറങ്ങി. ശരി, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ, എനിക്ക് ജോലിയുണ്ട്. നന്ദിനി, ഇവിടെ ഇഷ്ടം പോലെ ജോലിക്കാരുണ്ടല്ലോ. വെറുതെ നീ കിടന്ന് കഷ്ടപ്പെടാനൊന്നും നിൽക്കണ്ട. എന്റെ കൂടെ കുറെ സെക്യൂരിറ്റിക്കാരുണ്ട്. ജോലി അവരെ ഏൽപ്പിച്ചിട്ട് ഞാനും വരാം. നമുക്ക് മാറിയിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാന്ന്. പ്രശാന്തേട്ടാ, വന്ന ജോലി തീർക്കാതെ കറങ്ങി നടക്കാനാണ് ഉദ്ദേശമെങ്കിലേ ഈ പണി ഏൽപ്പിച്ച മാഡം ഇല്ലേ, പത്മ മാഡം, അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് വേണോ? വേണ്ട, അവരത്ര നല്ല സ്ത്രീയൊന്നുമല്ല. അല്ല, ഇടപെടാൻ നല്ലതല്ല, സ്ട്രിക്റ്റാ. എന്നാലേ വന്ന പണി നോക്ക്. ഇനി ഇവളെ എന്ന് വളച്ചെടുത്ത് എന്ന് കെട്ടാനാ? രാവണൻ ചെയ്ത പോലെ തട്ടിക്കൊണ്ടു പോവേണ്ടി വരുമോ? യതിയേട്ടൻ കാശ് വാരി എറിഞ്ഞിരിക്കുകയാണല്ലോ. അതെ, ഈ കല്യാണം പൊളിച്ചടുക്കും. അപ്പൊ സന്ധ്യക്ക് മുമ്പ് തന്നെ എത്തണേ. ഞാൻ വിളിക്കാം. കാർത്തികേയ, ഇത്രയും നേരമായിട്ട് നിങ്ങൾ എത്തിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കായിരുന്നു. ബന്ധുക്കളുടെ ചടങ്ങ് മുടക്കാൻ പറ്റുമോ? യതിയേട്ടൻ കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. നമുക്കിടയിലുള്ള ചിലരാണ് പ്രശ്നം. നമുക്കതൊക്കെ പിന്നെ സംസാരിക്കാം. കാർത്തികേയ, അകത്തേക്ക് ചെല്ല്. വരണ്ടായിരുന്നു. യതിയേട്ടന്റെ മുഖത്തിന് ഒരു തെളിച്ചവും ഇല്ല. അങ്ങേരുടെ മുഖത്തിന് തെളിച്ചം വേണമെന്ന് എനിക്കെന്താ നിർബന്ധം? ഞാൻ വന്നത് വേറെ ചില ഉദ്ദേശങ്ങൾ മനസ്സിൽ വച്ചിട്ടാ. നീ വാ. ഞാൻ എടുത്തരാം. കുട്ടി ഏതാ? മണവാളൻ ചക്കന്റെ ബന്ധുവാണോ? അല്ല, ഞാൻ ആ വീട്ടിലെ ജോലിക്ക് നിൽക്കുന്നതാ. ജോലിക്കാരിയാണോ? അതെ. മുത്തശ്ശിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട മോളെ, ഞാനേ വിശ്വനാഥന്റെ അമ്മായിയാ.
കൂടുതൽ നടക്കാനും എഴുന്നേക്കാനും ഒന്നും വയ്യ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരിടത്ത് ഒതുങ്ങിയിരിക്കുക. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചോളൂ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ആ? നല്ല ഐശ്വര്യമുണ്ട് കുട്ടിയുടെ മുഖത്ത്. നമ്മൾ കുറച്ച് ലേറ്റായി പോയി, കുഴപ്പമില്ല. സുമേ, എന്താണ് ഈ കാണിച്ചേ? നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? ഞാനിനി എന്ത് ചെയ്യും? ഇതിപ്പോ ഞാൻ എങ്ങനെ ഇടും? സോറി സർ, അറിയാതെ പറ്റിയതാ. ഇറങ്ങിക്കെട്ട് ഓരോന്ന് ഇറങ്ങിക്കൊള്ളു. സോറി സർ. ഞാനിപ്പോ എന്ത് ചെയ്യണം? ചേച്ചി ചേച്ചി പോയിക്കോ, ഞാൻ തുടച്ചോളാം. നീയൊക്കെ എത്ര വളർന്നാലും എന്റെ കാൽച്ചോട്ടി തന്നെയാ നിന്റെ സ്ഥാനം. കേട്ടോടി. ഇത്ര നേരം ചോദിക്കാഞ്ഞാ ചെയ്യേണ്ട ജോലി ഞാൻ അന്തസ്സോടെ ചെയ്യും. മറുപടി പറയേണ്ട സ്ഥലത്ത് അന്തസ്സോടെ മറുപടി പറയുകയും ചെയ്യും. വല്ല കാര്യമുണ്ടായിരുന്നു. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ.